നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാന കോൺഗ്രസിൽ സംഘടനാ തലത്തിൽ അടിമുടി അഴിച്ചുപണി ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെ ഉണ്ടായ സംഘടനാ പോരായ്മകളെക്കുറിച്ച് വിമർശനങ്ങൾ ഉയർന്നിരിക്കെ വൈകാതെ അടിമുടി അഴിച്ചുപണി ഉണ്ടാകുമെന്നും പറയുന്നു. മധ്യ കേരളത്തിലെയും തെക്കൻ കേരളത്തിലെയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കാനും നീക്കമുണ്ട്. ഇടുക്കി, വയനാട്, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, തിരുവനന്തപുരം ജില്ലകളിലെ DCC പ്രസിഡന്റുമാരെ പല കാരണങ്ങളാൽ മാറ്റാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. DCC പ്രസിഡന്റുമാരെയും മറ്റ് ഭാരവാഹികളെയും മാറ്റുന്നതുൾപ്പെടെ ചില ജില്ലകളിൽ സമ്പൂർണ്ണ അഴിച്ചുപണി ഉണ്ടായേക്കും. കോട്ടയത്ത് ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നും ഒരാളെ DCC പ്രസിഡന്റ് ആക്കണമെന്ന ആവശ്യം നേരത്തെ ശക്തമായിരുന്നു. തൃശൂരിലെ തിരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ K മുരളീധരൻ സംഘടനാ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ്. കേരളത്തിലെ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലെയും കോൺഗ്രസിന്റെ സംഘടനാ പോരായ്മകൾ ബാധിച്ചിട്ടുണ്ടെന്നാണ് നേതൃത്വത്തിലെ ഒരു വിഭാഗം വിലയിരുത്തുന്നത്. മികച്ച പ്രകടനം കാഴ്ചവെക്കാത്തവരുടെ ലിസ്റ്റിൽ 10 DCC പ്രസിഡന്റുമാർ ഉണ്ടെന്നാണ് വിവരം. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം പ്രതികൂലമായാൽ സംസ്ഥാന നേതൃത്വത്തിനും വെല്ലുവിളികൾ നേരിടേണ്ട സാഹചര്യമുണ്ട്. തിരഞ്ഞെടുപ്പിൽ UDF പ്രതീക്ഷിച്ച വിജയം നേടാനായില്ലെങ്കിൽ സുധാകരനെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റാൻ അത് വഴിയൊരുക്കും. തിരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടാനായില്ലെങ്കിൽ സുധാകരൻ മാത്രമല്ല പ്രതിപക്ഷ നേതാവ് VD സതീശനും ഉത്തരവാദിത്തം ഏൽക്കേണ്ടി വരുമെന്നാണ് ചില നേതാക്കൾ അഭിപ്രായപ്പെടുന്നത്. KPCCയുടെ ധനസമാഹരണ ശ്രമങ്ങളുമായി ബന്ധപ്പെട്ട KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള ഫോൺ സംഭാഷണം ചോർന്നത് തിരഞ്ഞെടുപ്പ് കാലത്ത് UDFനെ പ്രതിരോധത്തിലാക്കിയ സംഭവമാണ്. അതേസമയം സുധാകരൻ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായി തിരിച്ചെത്തിയതിൽ പിന്നെയും പുതിയ അധ്യക്ഷനെ സംബന്ധിച്ച ചർച്ചകൾ സംസ്ഥാന കോൺഗ്രസിൽ നടക്കുന്നുണ്ട്. ക്രിസ്ത്യൻ സമുദായത്തിന് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിൽ പ്രാതിനിധ്യമില്ലെന്നതാണ് ഇക്കാര്യത്തിൽ ഉയരുന്ന ആക്ഷേപം. ക്രിസ്ത്യൻ സമൂഹത്തിന്റെ പിന്തുണ തിരിച്ചുപിടിക്കാൻ സമുദായത്തിൽപ്പെട്ട നേതാവ് നേതൃനിരയിൽ എത്തണമെന്നാണ് ഒരു വിഭാഗം ഇക്കാര്യത്തിൽ ശക്തമായി ആവശ്യപ്പെടുന്നത്. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന നേതാവുമായ ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിനും AK ആന്റണി സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ചതിനും ശേഷം ക്രിസ്ത്യൻ സമുദായത്തിന് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിൽ പ്രാതിനിധ്യമില്ല. ഒരു കാലത്ത് പാർട്ടിയുടെ നട്ടെല്ലായി കരുതിയിരുന്ന സഭയ്ക്കും ക്രിസ്ത്യൻ സമൂഹത്തിനും ഇതിൽ നീരസമുണ്ടാക്കിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന്, പ്രത്യേകിച്ച് റോമൻ കാത്തലിക് ഗ്രൂപ്പിൽ നിന്ന് കോൺഗ്രസ് നേതൃനിരയിൽ ആവശ്യമായ പ്രാതിനിധ്യം പാർട്ടിയുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണെന്ന അഭിപ്രായമാണ് പലർക്കുമുള്ളത്. ക്രിസ്ത്യൻ വിഭാഗത്തിന് പ്രാതിനിധ്യം ഇല്ലാത്തതിനാൽ കോൺഗ്രസ് എത്രമാത്രം കഷ്ടപ്പെട്ടുവെന്ന് തിരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുമെന്ന് ഒരു മുതിർന്ന നേതാവിനെ ഉദ്ധരിച്ച ഒരു ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തതും ഈ സാഹചര്യത്തിലാണ്. മുസ്ലിം സമുദായ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ മുസ്ലിം ലീഗ് ഇപ്പോഴും മുന്നിൽ തന്നെ ഉണ്ട്. ക്രിസ്ത്യൻ പ്രാതിനിധ്യം കോൺഗ്രസും കേരള കോൺഗ്രസും ഉറപ്പാക്കി വരികയായിരുന്നു. എന്നാൽ കേരള കോൺഗ്രസിന്റെ പുറത്താക്കിയതിൽ പിന്നെ കോൺഗ്രസിലെ പ്രാതിനിധ്യക്കുറവ് ക്രിസ്ത്യൻ വിഭാഗത്തിൽ പാർട്ടിയോടുള്ള അകൽച്ചയ്ക്ക് കാരണമായി. ഈ സമയം CPM-ഉം BJP-യും ക്രിസ്ത്യൻ സമൂഹത്തിലേക്ക് വിജയകരമായി കടന്നുകയറിയത് കോൺഗ്രസിന് കനത്ത തിരിച്ചടിയായി. ക്രിസ്ത്യൻ സമൂഹത്തിലെ ഏറ്റവും വലിയ വിഭാഗമായ റോമൻ കത്തോലിക്കർക്ക് അർഹമായ പ്രാതിനിധ്യം ഇല്ലാത്തതാണ് ഇപ്പോഴും ചർച്ചയാകാറുള്ളത്. പേരാവൂർ MLA സണ്ണി ജോസഫിന്റെ പേര് ചർച്ചകളിൽ പലപ്പോഴും ഉയർന്നു വന്നിട്ടുണ്ട്. ഗ്രൂപ്പ് സമവാക്യങ്ങൾക്ക് ഉപരിയായി സണ്ണി ജോസഫിന്റെ നിഷ്പക്ഷ സ്വഭാവവും ബന്ധങ്ങളും അനുകൂല ഘടകങ്ങളായി അനുകൂലികൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സംസ്ഥാന നേതൃത്വത്തിലേക്ക് യുവമുഖത്തെയാണ് കൊണ്ടുവരാൻ ആഗ്രഹിച്ചാൽ അങ്കമാലി MLA റോജി M ജോണിനെയും പരിഗണിച്ചേക്കാം. അല്ലെങ്കിൽ ആന്റോ ആന്റണിയെ പോലെ RC സമുദായത്തിൽപ്പെട്ട നേതാക്കളെയും പരിഗണിക്കാം. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് സുധാകരൻ തിരിച്ചെത്തിയെങ്കിലും പാർട്ടിയിൽ അതൃപ്തി തുടരുന്ന സാഹചര്യത്തിലാണ് ചർച്ചകൾ നടക്കുന്നത്. മെയ് 4-ന് നടന്ന യോഗത്തിൽ ചില സ്ഥാനാർത്ഥികൾ പാർട്ടിയുടെ ദുർബലമായ സംഘടനാ ഘടനയെ പറ്റി രൂക്ഷമായ വിമർശനങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. സുധാകരന്റെ ആരോഗ്യ പ്രശ്നങ്ങളും ചിലരുടെ നിയന്ത്രണത്തിലാണെന്ന ആരോപണവും പാർട്ടിയിൽ ഇപ്പോഴും തീരാത്ത ചർച്ചയെ നീളുന്നുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മികച്ച പ്രകടനം നടത്തിയാലും അത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ ഭരണവിരുദ്ധ വികാരം കൊണ്ടാകാമെന്നാണ് പലരുടെയും വിലയിരുത്തൽ. 2019-ലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 19 സീറ്റുകളാണ് ലഭിച്ചത്. തുടർന്ന് നടന്ന തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ വിജയക്കുതിപ്പ് ഉണ്ടായില്ല. ഇതെല്ലാം നേതൃമാറ്റം അത്യാവശ്യമാണെന്നതിലേക്കാണ് പല നേതാക്കളും വിരൽ ചൂണ്ടുന്നത്.
ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പാർട്ടിയുടെ പ്രകടനം വിലയിരുത്താൻ മെയ് 4-ന് ചേർന്ന യോഗത്തിൽ ബൂത്ത് തലത്തിൽ സർവേ നടത്താൻ നേതൃത്വം തീരുമാനിച്ചിരുന്നു. പ്രാദേശിക നേതാക്കൾക്ക് ഒരു പ്രഫോർമ വിതരണം ചെയ്യുകയും പൂരിപ്പിച്ച സംസ്ഥാന നേതൃത്വത്തിന് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. ആകെ വോട്ട് ചെയ്ത കോൺഗ്രസുകാരുടെ എണ്ണം, വോട്ട് ചെയ്യാത്തവരുടെ എണ്ണം, പോളിംഗ് സമയത്ത് വിദേശത്തുണ്ടായിരുന്ന പാർട്ടി വോട്ടർമാരുടെ എണ്ണം തുടങ്ങിയ വിവരങ്ങളാണ് നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലത്തിന് പിറകെ സംസ്ഥാന കോൺഗ്രസിൽ സംഘടനാ തലത്തിൽ വൻ അഴിച്ചുപണിയും ഉണ്ടാകും. എല്ലാ DCCകളോടും മണ്ഡലം കമ്മിറ്റികളോടും വിഷയം ചർച്ച ചെയ്യാനും അഭിപ്രായം KPCC നേതൃത്വത്തിന് സമർപ്പിക്കാനും ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ്. നന്ദി.